എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ മഹനീയമായ സായം സന്ധ്യയിൽ ഈ അക്ഷരമുറ്റത്തെ ഈ മഹനീയ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, മുഖ്യ അതിഥിയായി ഈ സമ്മേളനം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ വേണുഗോപാൽ സാർ, ബഹുമാന്യായ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ സൈനബ ദേവി അവർ, സഹപ്രവർത്തകരായ പഞ്ചായത്ത് മെമ്പർമാർ, ഈ സ്കൂളിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു സ്കൂൾ എന്ന സങ്കല്പവുമായി നമ്മുടെ മുൻഗാമികൾ അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ഏതോ കാരണത്താൽ പകുതി വഴിക്ക് നിലച്ചു പോവുകയും ഉണ്ടായി. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയിൽ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് 30 കുട്ടികളുമായി ഒരു ചെറിയ വാടക കെട്ടിടത്തിൽ ആരംഭിച്ച് ഗ്രാമ അന്തരീക്ഷം അതേപടി നിലനിർത്തിക്കൊണ്ട് അതിമനോഹരമായ ഒരു ഹൈടെക് നിലവാരത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിനെ തന്നെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു സ്കൂൾ സമുച്ചയം ഇവിടെ നിർമ്മിച്ച് ഈ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ഒരു നാഴികക്കല്ലായി മാറിക്കൊണ്ടിരിക്കുന്ന ഓക്സ്ഫോർഡ് സ്കൂളിനും അതിൻ്റെ അധ്യാപകർക്കും മാനേജ്മെൻറ്റിനും അനധ്യാപകർക്കും ഇതുമായി ബന്ധപ്പെട്ട് അനേക കുടുംബങ്ങളിലെ ആൾക്കാർക്ക് ജോലി കൊടുക്കുകയും അതിലൂടെ തന്നെ ഈ നാടിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഈ ഓക്സ്ഫോർഡ് സ്കൂൾ ഒരു മാതൃകയായി മാറുകയും ഈ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒരു നാഴികക്കല്ലായി മാറുകയും ഈ സ്കൂൾ ഉണ്ടാവുകയും ചെയ്യും. സ്കൂളിൻ്റെ പ്രവർത്തനം വളരെ മുന്നോട്ട് നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഉന്നതങ്ങളിൽ എത്തുമ്പോൾ ഈ പ്രദേശത്തെയും ഈ സ്കൂളിനെയും എന്നും ഓർക്കേണ്ടതാണ് എന്നുകൂടി ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് ഈ ഓക്സ്ഫോർഡ് സ്കൂള് ഈ പഞ്ചായത്ത് തന്നെ, ഈ സമീപ പഞ്ചായത്തിലെ സ്കൂളുകളിൽ ഏറ്റവും നല്ല സ്കൂളായി മാറട്ടെ എന്ന് ജഗദീഷ് ചേട്ടനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഈ സ്കൂളും ഒരു അംഗമായി മാറും എന്ന് യാതൊരു സംശയവുമില്ല. ഇതിലെ പരിചിത മുഖങ്ങളായ അനിൽകുമാർ സാറിനെയും ജേക്കബ് സാറിനെയും മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തുടങ്ങുമ്പോൾ നമ്മൾ ആലോചിച്ചത് ഈ സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ ചെറിയ ട്യൂഷൻ സെൻ്ററുകൾ തുടങ്ങാറുണ്ട്. നമ്മളൊക്കെ കരുതിയത് അങ്ങനെയാണ്. പക്ഷേ 4ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ സ്കൂൾ ഇന്ന് അത്യുന്നതങ്ങളിൽ നിന്നും ഏതാണ്ട് 40,000 സ്ക്വയർ ഫീറ്റ് സ്കൂൾ സമുച്ചയവും ഗ്രാമ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ പണി പൂർത്തീകരിച്ച് വളരെ ഭംഗിയായി മനോഹരമായ രീതിയിൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ നല്ല ഭംഗിയായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സംഘാടകർക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും മാനേജ്മെൻറ്റിനോട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.